മത്സരിക്കണമെങ്കിൽ യുദ്ധനിയമം അറിയാവുന്ന ഒരു ശത്രുവിനോടായിരിക്കണം. ആ ക്രിമിനലിന്റെ മുമ്പിൽ ഇതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമല്ലെന്ന് കരുതി ഞാൻ കണ്ണടച്ച് കൊടുക്കണമായിരുന്നു. ഞാൻ തോറ്റു കൊടുക്കണമായിരുന്നു. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ബഹുമാന്യൻ, നമ്മളെല്ലാവരും ഈ സിറ്റിയിലെ ബിസിനസ്സുകാരാണ്. പാരമ്പര്യമായി ബിസിനസ് ഉള്ളവരാണ് ഏറെ. പക്ഷേ കേവലം കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് വിദേശ രാജ്യങ്ങളിലെ ബിസിനസ് സാമ്രാജ്യത്തിലെ മുടി ചൂടാ മന്നനായി മാറിയ ഒരാളുടെ കഥയാണ് RVM എന്ന രാജ് സാറിൻ്റേത്. സാറിൻ്റെ വിജയതന്ത്രം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. സാറത് നമുക്കായി പങ്കുവയ്ക്കും. സർ, ഒരു മെസ്സേജ് വരൂ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും എനിക്കറിയാം. ഇതിൽ ഭൂരിഭാഗം പേരുടെ കമ്പനീസിലും എനിക്ക് ഷെയർസും ഉണ്ട്. ഫിനിക്സ് പക്ഷിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ് ക്ലീശയായ കാര്യമാണെങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഒരു ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഇതുവരെ സോഷ്യൽ മീഡിയകളിലോ മറ്റ് മാധ്യമങ്ങളിലോ മുഖം കാണിക്കാത്ത ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കെൻ്റെ ബിസിനസ് ഫേസ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായ മാനസിക നിലയിലായിരുന്നു ഇത്രയും നാളും. ഒരു വലിയ ജീവിത പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഞാൻ വിജയം സ്വപ്നം കാണാൻ തുടങ്ങിയത്. ജോലി ചെയ്ത് മാത്രം ജീവിക്കുന്ന, സമ്പാദ്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഈ അച്ഛൻ്റെ മകനാണ് ഞാൻ. പട്ടിണിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും അച്ഛനും അമ്മയും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങള് ധനികരുമല്ലായിരുന്നു. അതൊരു കുഴപ്പമാണെന്ന് എനിക്കോ അച്ഛനോ ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അതൊരു വലിയ കുറവാണെന്ന് ഞാനും എൻ്റെ അച്ഛനും ഒരുപോലെ ഒരിക്കൽ തിരിച്ചറിഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ, ഉറക്കം വരാത്തൊരു രാത്രിയിൽ വിജയ സ്വപ്നവുമായി എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു പുസ്തകമാണ്. പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കമിസ്റ്റ്. നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നത്തെ, പേഴ്സണൽ ലെജൻഡ്, ധൈര്യത്തോടെ പിന്തുടരുക. ആത്മാർത്ഥമായി നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. അതായിരുന്നു ആ നോവലിലെ മെസ്സേജ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ ലക്ഷ്യമുണ്ട് എന്ന ഭയമാണ് അവരെ സ്വപ്നങ്ങളിൽ നിന്നും അകറ്റുന്നതെന്നും ജീവിതയാത്രയിൽ നേരിടുന്ന പരീക്ഷണങ്ങളും പരാജയങ്ങളും വിജയത്തിലേക്കുള്ള വാതിലുകളാണെന്ന് ആ നോവലിൽ പറയുന്നുണ്ട്. പോസിറ്റീവായി ചിന്തിച്ച് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയായിരുന്നു എൻ്റെ ഈ വിജയത്തിൻ്റെ ആധാരം. ഇതൊക്കെ നേടും ഞാൻ. ഇതൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം അതെനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കും അതുണ്ടാവണം. പിന്നെ ഇപ്പം ഞാൻ വന്നത് എല്ലാവരെയും ഒന്ന് കാണേണ്ട സമയമായി എന്ന് തോന്നിയതുകൊണ്ട്. ഇവരാണ് എൻ്റെ പ്രാണൻ, എൻ്റെ അച്ഛനും അമ്മയും മറ്റു കൂടപ്പിറപ്പുകളും. എന്നെ സ്നേഹം പഠിപ്പിച്ച എൻ്റെ അമ്മ, എന്നെ ജീവിതം പഠിപ്പിച്ച എൻ്റെ അച്ഛൻ, എൻ്റെ താങ്ങും തണലുമൊക്കെ ആയിരുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾ. ഇവരോടൊപ്പം കുറച്ച് ദിവസം ചെലവിടണം, എന്നിട്ട് തിരികെ പോകണം. എൻ്റെ ലക്ഷ്യവും നടപ്പാക്കുമെന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളും നടപ്പിലാക്കാൻ എനിക്ക് യാത്ര ചെയ്തേ പറ്റൂ. പോകുന്നതിന് മുൻപ് ഇവിടെ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്. അതിനാണ് പ്രധാനമായിട്ടും ഞാൻ വന്നത് തന്നെ. അപ്പോ സന്തോഷം. നൽകിയ സ്നേഹത്തിനും ഊഷ്മളമായ സ്വീകരണത്തിനും ഒരുപാട് നന്ദി. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സർ, വേണ്ട സർ. സർ, സർ, എന്നെ തടയാൻ നോക്കണ്ട. മാറ് ചേട്ടാ. സർ, താമസിക്കാൻ അവളുടെ അമ്മയുടെ സ്വഭാവം കാണിക്കാം. മാറ്. ചേട്ടാ. സർ, 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 വേണ്ട സർ. എവിടെയും പോയി തൊലയും. നീ എന്റെ കുടുംബം തകർക്കുമല്ലേ? നീ എന്തത്ര വൈകി? ബസ് കിട്ടാൻ കുറച്ച് വൈകിപ്പോയച്ച. ഇപ്പോ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യാൻ ശീലിച്ചു അല്ലേ? അതിലെന്താ അച്ഛ കുഴപ്പം? ഈ ലോകത്തുള്ള ഭൂരിഭാഗം പേരും ബസ്സിലല്ലേ യാത്ര ചെയ്യുന്നത്. എന്നാലും ഉള്ളിലൊരു നീറ്റില്ല. മോളിവിടെ ഇരിക്കുക. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അത് പിന്നെ ആ ബ്രോക്കർ പിന്നെയും വന്നു മോളെ. നമ്മുടെ വീട്, സോറി, ഇപ്പോ ഇത് നമ്മളെ വീടല്ലല്ലോ. നമ്മുടെ വീടല്ലെങ്കിലും നാട്ടുകാരുടെ മുമ്പില് പ്രതാപവർമ്മയുടെ വീടായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ കുറച്ച് നാൾ താമസിക്കായിരുന്നു. ആ മോഹവും പൊലിഞ്ഞു. ആ പെണ്ണ് ഈ വീട് വെക്കും. അവൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാശം കാണാനാ. ക്ഷമിക്കച്ച, എനിക്ക് പറ്റിയൊരബദ്ധം അത്. ബുദ്ധിമോശമാണെങ്കിലും നീ ആ ചെയ്തതില് ഒരു സന്മനസ്സുണ്ടായിരുന്നു. പക്ഷേ അബദ്ധം ശരിക്കും പറ്റിയത് എനിക്കാ. അനന്തംപിള്ള എന്നൊരു വക്രബുദ്ധിക്കാരനോട് ഞാൻ മത്സരിക്കരുതായിരുന്നു. മത്സരിക്കണമെങ്കിൽ യുദ്ധനിയമം അറിയാവുന്ന ഒരു ശത്രുവിനോടായിരിക്കണം. ആ ക്രിമിനലിന്റെ മുമ്പിൽ ഇതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമല്ലെന്ന് കരുതി ഞാൻ കണ്ണടച്ചു കൊടുക്കണമായിരുന്നു. ഞാൻ തോറ്റു കൊടുക്കണമായിരുന്നു. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കൊരു കുടുംബമുണ്ട്. കുടുംബമാണ് എല്ലാത്തിനേക്കാളും വലുത്. എൻ്റെ വീട്ടുകാരുടെ എല്ലാം സേഫ്റ്റി നോക്കണമെന്ന് ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ അപകടമൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ ഇതൊക്കെ പാലിച്ചിരുന്നെങ്കിൽ അനന്തംപിള്ള എന്ന കൊടും ക്രിമിനൽ നമ്മുടെ ഈ വീടിന്റെ പടികടന്ന് കയറി വരില്ലായിരുന്നു. മുറിവേറ്റു മടങ്ങിയ ശത്രുക്കളെ പിന്നീട് കൂടെ കൂട്ടരുതെന്ന് പാഠം ഞാൻ പഠിച്ചില്ല. നീ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ദീപക്കും നന്ദനയും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കരുതെന്ന്. ഞാനത് കേൾക്കായിരുന്നത്. എന്തായാലും ഇനി അനുഭവിച്ചല്ലേ പറ്റൂ. അച്ഛാ, എന്റെ ഫ്രണ്ട് പല്ലവി വിളിക്കുന്നു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അച്ഛൻ വിഷമിക്കാതിരിക്കെ. എന്താ പല്ലവി? ഋതിക, ഞാൻ വിളിച്ചതേ ഒരു ജോലിക്കാരൻ പറയാനാ. പറയ് പല്ലവി. RRൽ ഇനിയും പുതിയ വേക്കൻസീസ് ഉണ്ടെന്നും പുതിയ സ്റ്റാഫ്സിന് വേണമെന്നും ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ശരിയാണോ? നാളെയോ മറ്റന്നാളോ ആണ് ഇന്റർവ്യൂ എന്ന് അറിയാൻ കഴിഞ്ഞ്. നീ നിർബന്ധമായിട്ടും വരണം. ഞാൻ വരാം. ഈ ജോലി കിട്ടിക്കഴിഞ്ഞായാലും മതി. നീ സത്യങ്ങൾ അച്ഛനോട് തുറന്നു പറയണം. ജോലിക്കാ നീ പോകുന്നതെന്ന് സാർ അറിയട്ടെ. ഞാൻ വരാം പല്ലവി. ഇവിടെ ഇപ്പൊ വേറൊരു പ്രശ്നമുണ്ടായി. ഈ വീട് വിൽക്കാൻ പോവാ. കേസ് കൊടുക്കരുതികെ, അല്ലെങ്കിൽ ഗുണ്ടായി സാർക്ക്. അവളെ അങ്ങനെ വിടരുത്. ഒരു പ്രയോജനമില്ല പല്ലവി. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരി.